ദീപാവലിയാണ്. ഞങ്ങളും ചെറുതായിട്ടൊന്ന് ദീപാവലി ആഘോഷിക്കുന്നുണ്ട്. ആക്ച്വലി ഡേവിഡിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ദീപാവലി ആഘോഷിക്കണം എന്നുള്ളത്. അപ്പം ഞങ്ങൾ ചെറുതായിട്ട് ഒരു രംഗോലിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ദിയകളൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ക്രാക്കേഴ്സ് മാത്രം വാങ്ങിക്കാൻ പറ്റിയില്ലെന്നല്ല, ആക്ച്വലി ക്രാക്കേഴ്സ് വാങ്ങിച്ച് ഇപ്പം ഞങ്ങളുടെ ഈ ഏരിയയിൽ പൊട്ടിക്കാൻ പറ്റില്ല, അലൗഡ് അല്ല, അതുകൊണ്ട് അത് വാങ്ങിക്കാൻ. അപ്പം ഞങ്ങളൊക്കെ ഒരുങ്ങി. വലിയ ദീപാവലി സെലിബ്രേഷനൊന്നുമില്ല, ജസ്റ്റ് ഞങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ ഇതാക്കിയിട്ട് വൈകിട്ടത്തെ ഡിന്നറൊന്ന് കഴിക്കുക. ഞങ്ങളുടെ രംഗോലി ഇട്ട് കഴിഞ്ഞപ്പോൾ ഡേവിഡിനും കൂടി ഒന്ന് ഇടണം എന്നാഗ്രഹം. അതുകൊണ്ട് ഡേവിഡിൻ്റെ ആയിട്ടുള്ള രംഗോലി ഇടുവാണ്. അപ്പോൾ ഡേവിഡ് രംഗോലിയുടെ ലാസ്റ്റ് ലുക്ക് എന്തോ ആയിരിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം. ദീപാവലി ബറോഡയിൽ വെച്ച് നല്ലപോലെ ആഘോഷിക്കുകയായിരുന്നു. ടെറസിലൊക്കെ പോയിട്ട് ഞങ്ങൾ പടക്കമൊക്കെ പൊട്ടിക്കുമായിരുന്നു, റോക്കറ്റ് വിടുമായിരുന്നു. പപ്പയും മമ്മിയും എല്ലാവരും കൂടുമായിരുന്നു. നല്ലൊരു ആഘോഷമായിരുന്നു. ഇപ്പോൾ ഇവിടെ ആകുമ്പോൾ നമുക്ക് അത് സെലിബ്രേറ്റ് ചെയ്യാനൊരു ലിമിറ്റേഷനുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ക്രാക്കേഴ്സൊന്നും പൊട്ടിക്കാൻ പറ്റില്ല. പിന്നെന്താ, അവിടെ ആയിരുന്നപ്പോൾ നല്ലപോലെ സ്വീറ്റ്സ് കിട്ടുമായിരുന്നു. നമ്മുടെ ഇപ്പുറത്തെ ആൾക്കാരൊക്കെ അവരൊക്കെ നമുക്ക് സ്വീറ്റ്സ് ഒക്കെ കൊണ്ട് തരുമായിരുന്നു. ഇവിടെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കണം, അതാണ് ഡിഫറൻസ്. പിന്നെന്താ, മൊത്തത്തിൽ ലൈറ്റുള്ളൊരു പരിപാടിയാണ് ദീപാവലി, അറിയാമോ നിങ്ങൾക്ക്? പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ഈ പ്രാവശ്യം ലൈറ്റൊന്നും ഇടാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ദീപാവലിക്ക് ഇതുപോലെ മെഹന്തി ഒക്കെ ഇടും. ഇത് മോളുടെ കൈയാണ്. എനിക്കുള്ള മെഹന്തി അവൾ കൊണ്ടുവച്ചിട്ടുണ്ട്. അവൾക്കെന്ന് അവധിയായിരുന്നു, ഞാൻ ഓഫീസിൽ പോയിട്ട് വന്നതാണ്. അപ്പോൾ ഇനി രാത്രി ഇങ്ങനെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഇടണം. പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ ദീപാവലി വേഷത്തിൽ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. അപ്പം ഫുഡ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ദീപാവലിക്ക് ഉള്ളത്. അപ്പം നമുക്ക് കുഞ്ഞുങ്ങളെ കാണാം, എന്നിട്ട് നമ്മുടെ ഫുഡ് എന്താണെന്നുള്ളത് അതും കൂടി കാണാം. ഇതാണ് നമ്മുടെ ഡേവിഡ് ഉണ്ടാക്കിയ രംഗോലി. ഇത് ആക്ച്വലി എന്തുവാണ് എനിക്കൊരു പിടുത്തം ഇല്ല. സണ്ണാണോ അതോ ഫ്ലവർ ആണോ എന്ന് അറിയത്തില്ല. What is this? It's a sunflower. It's a sunflower? Is it? Yeah, you are right. Okay. It's sun and flower. Sun and flower. You have done a combination of both. Okay, nice one. I don't know how to do that. That's so okay. I did like this. That's okay, but you did well. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ സ്പെഷ്യൽ, മസാല പൊട്ടാറ്റോ കറി, പിന്നെ നമ്മുടെ പൂരി. അപ്പം ദിവാലിയായിട്ട് നമ്മൾ സ്പെഷ്യൽ ഡിന്നർ ഇതാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം. അങ്ങനെ ഞങ്ങളുടെ ചെറിയൊരു ദിവാലി സെലിബ്രേഷൻ അങ്ങനെ കഴിഞ്ഞു. അപ്പം ഞങ്ങൾ സ്വീറ്റ് കഴിച്ചുകൊണ്ട് നമുക്ക് ഈ വ്ളോഗ് അങ്ങോട്ട് അവസാനിപ്പിക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ദിവാലി. നിങ്ങളെല്ലാവരും വ്ളോഗ് കാണുക, ഇങ്ങനെ തന്നെ എന്നെ പ്രോത്സാഹിപ്പിക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. കാരണം നിങ്ങളുടെ സജഷൻസ് ഒക്കെ കിട്ടിയാലേ എനിക്ക് എൻ്റെ വ്ളോഗ്സ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യണം, എന്നാലേ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ.
അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീണ്ടും അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെക്കും ബൈ.